വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ബാഗൊക്കെ തൂക്കി ഇന്ന് ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി അല്ലേ? നമ്മുടെ ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ്സൊക്കെയാണ്. അതെ അതെ. ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ക്ലാസ്സിൽ, അതാണ് പ്രശ്നം. നമ്മൾ ഫുള്ള് വ്ലോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അതും പറ്റിയില്ല. പിന്നെ ക്ലാസ്സിൽ ചെന്ന ഉടനെ ഫോൺ വെക്കണം. സോ വൈകുന്നേരം വിടുമ്പോഴേ ഫോണും കിട്ടത്തുള്ളൂ. പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്റർവെൽ സമയത്തൊക്കെ അല്ല, അല്ലെങ്കിൽ മെസ്സ് പോകുന്ന സമയത്തൊക്കെ ബാഗിൽ ഇങ്ങനെ ഫോൺ എടുത്ത് കുത്താനുള്ള ടെൻഡൻസി വരും. അപ്പോഴേ ഓർക്കുന്നത് ഈ ഫോൺ ഇല്ലല്ലോ കയ്യിൽ നിന്ന്. എല്ലാവരുടെയും പ്രശ്നം അതാ. പെട്ടെന്ന് ഫോണില്ലാണ്ടായപ്പോഴത്തേക്കും ക്ലാസ്സിലാണെങ്കിലും പൊതുവെ എല്ലാവരും ഇന്റർവെല്ലായിട്ട് ഫോണൊന്നും നോക്കിക്കൊള്ളാം, ആ ഒരു മൈൻഡ് സെറ്റാ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന സംഭവം പിന്നെ പതിയെ ശീലമായി പോകും. അതാണ് ഒരു വിഷമം അല്ലേ? കുഴപ്പമില്ല. പിന്നെ ക്ലാസ്സിൽ എല്ലാവരും കൂടെ അതെ, സിംഗിൾമാരെല്ലാം കൂടെ എനിക്കിട്ട് പണിതാണ്. ഞാനങ്ങനെ ഒരു ലീഡർ ആയിരിക്കുന്നു ഗൈസ്. താൽക്കാലികമായിരിക്കും, എനിക്കറിയത്തില്ല എവിടം വരെ എന്റെ ലീഡർഷിപ്പ് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ തന്നെ പൊളിച്ചുള്ളൊരു പെൺകുട്ടിയാണ്. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല, കൊള്ളില്ല ഇവള്, കൊള്ളില്ല. ഗൈസ് ബസ് 9:20 ആണ്. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുക, ബസ് സ്റ്റോപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പൊഴിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മുട്ടയില്ല, നോക്കിയപ്പോ ഇതിട്ട് ചവക്കുന്നു. ആ മുട്ട വറുത്ത് ഇവള് ലാസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വെച്ചിരുന്നതായിരുന്നു. ഞാനോർത്തല്ല, ഞാൻ നോക്കുമ്പോ ഒരു നല്ല മുട്ട വറുത്ത. നമ്മളതങ്ങ് തിന്നത്. ഇനി ഇവള് മുട്ട വറുത്ത കൊണ്ടുവരുമ്പോ ഇവള് സൂക്ഷിക്കും. ഞാൻ 2 മുട്ട വറുത്തുണ്ട്, 2 മുട്ട വറുത്ത, എന്നിട്ട് ഒരെണ്ണം ചോറിന് അടി കിട്ടും. ഒറ്റക്ക് വേണം. ഇവളിന്ന് മീൻ വറുത്ത ഇല്ല, ഞാൻ എന്റെ മീൻ വറുത്തേനെ ഒളിപ്പിച്ച് വെക്കും. ഞാൻ കരിക്കിനകത്ത് കണ്ടില്ലേ 2 പേരിലിട്ട് എടുക്കുന്നത്. ഞാൻ മീൻ വറുത്തുള്ള ആരോട് പറയത്തില്ല. ഇന്നെന്റെ മീൻ വറുത്ത ഗോവിന്ദ. ഇവിടെ ഒരാൾക്ക് മീൻ വറുത്ത വേണമെന്ന് ഗൈസ്. അവസാനം കഴിക്കാൻ പറ്റുന്ന മുട്ട. ചിക്കൻ കറിയൊക്കെ കൊണ്ടുവരുമ്പോ തീർന്നു. ചിക്കൻ കറി കൊണ്ടുവരുമ്പോ എങ്ങാണ് അവസാനം ആർക്കും വേണ്ട. ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ പകുതി മുട്ട വറുത്തെടുത്തിട്ട് എന്താണ് ഡപ്പയ്ക്കകത്ത് വെച്ച്, ബാക്കി എടുത്ത് ഡപ്പയുടെ അടപ്പി വെച്ച്. അപ്പൊ ആരും എടുക്കുന്നില്ല, കഴിഞ്ഞ്. അപ്പൊ ഞാൻ ഓർത്തല്ല ഈ ലാസ്റ്റ് മുട്ട വറുത്ത് എനിക്ക് തിന്നാണ്. ഞാൻ ഒന്ന് കുഴിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മുട്ട വറുത്തില്ല, കൊണ്ടുപോയി എന്റെ അടുത്ത് ജസ്റ്റിസ് ഫോർ മൈ മുട്ട വറുത്തത്. അതും അവസാനം കഴിഞ്ഞാൽ അതിലെ സങ്കടം ഇച്ചിരി ഉണ്ടായിരുന്നതിനും കുഴപ്പമുണ്ടായിരുന്നു. കൊണ്ടുപോയി അത് കാരണം എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം കൊണ്ടുവരുന്ന ദിവസങ്ങളിൽ നമ്മള് അല്ലേ ചോറ് നമുക്ക് കഴിക്കാൻ തോന്നും. കുറേ കറികളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും കഴിക്കുന്നതാകുമ്പോൾ നമുക്ക് സങ്കടം വരും. നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? ഇവളുടെ മുതുക്ക് ബാഗ്, അതൊക്കെ സ്മാൾ ബാഗ്. ഇവളുടെ ഒരു ബുക്ക്, ഇവളുടെ ഒരു ബാഗ്. എന്റെ ബിഗ് ബാഗ്, മീഡിയം, അവളുടെ മൺഡേ തൊട്ട് നമ്മൾ വേറെ ബാഗ്. തൽക്കാലം ഫസ്റ്റ് ഡേ ഒക്കെ അല്ലേ, കുറച്ചൊക്കെ മതി. നമുക്ക് 3 സബ്ജക്റ്റ് ഉണ്ട്. ഒന്നിടുന്നോ നീ ഒടിഞ്ഞു വീഴും. ആഗ്രഹിച്ചിട്ടല്ല മഴ ചേർന്നു. മൈ ഗോഡ്, മഴ പെയ്യും. മഴ തീർന്നു. നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബസ് കയറി ക്ലാസ്സിൽ പോകാം. എന്ത് ചെയ്യാനാ ഗൈസ്, നമുക്ക് അവിടെ ഫോൺ അലൗഡ് അല്ല. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കുവേ നമുക്ക് ഫോൺ കിട്ടുള്ളൂ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ അനിലെ കൊച്ച്. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.